ആള് മാറി പ്രോഗ്രാം സാറേ നിങ്ങൾ ചെയ്യുന്ന ശരിയുള്ള കാര്യമാണ്. അതെ, സ്റ്റാഫ് തന്നെ വിളിച്ചു പറഞ്ഞാണ്, സാറിന്റെ സ്റ്റാഫ് തന്നെ വിളിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ പക്ഷേ നമ്മുടെ യു എയിലെ കറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ നിലമ്പൂർ എത്തിയിരിക്കുകയാണ്. നിലമ്പൂർ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവിടുത്തെ LCC അല്ലേ, അതിൻ്റെ ഹെഡിനല്ലേ പറ്റിക്കുന്നത്. അതിൻ്റെ ഹെഡിനെയാണ് പറ്റിക്കാൻ പോകുന്നത്. അത് എങ്ങനെ പറ്റിക്കുന്നത് വെച്ചാൽ നമ്മളിന്ന് സാന്താക്ലോസ് ആയിട്ട് എന്താണ് അവിടെ വിഷയം ഉണ്ടാക്കാൻ പോവാണ്. ഈടെയായിട്ട് വീഡിയോസൊക്കെ അല്പം ഡൗൺ ആണ്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഞങ്ങൾ മാത്രം വിചാരിച്ചാൽ പോരാ. ഞങ്ങൾക്ക് വർക്ക് തരുന്ന ആൾക്കാർ ഞങ്ങളോട് നിൽക്കണം. നമുക്ക് നല്ല രീതിയിൽ നല്ല ആൾക്കാരെ പറ്റിക്കാൻ കിട്ടിയാലേ ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് നമ്മളിവിടെ ശരത്തുണ്ട്, നമ്മുടെ രാഹുൽ ബ്രോനെ അറിയത്തില്ലേ, നമ്മുടെ ഒരു ഇതിനു മുമ്പ് എന്തോ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള പുള്ളിക്കാരൻ. ഇത് ഗോകുലൊക്കെ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ഗോകുലിൻ്റെ വീട്ടിൽ നിന്നാണ്. പിന്നെ ഇത് ജാക്സൺ ബ്രോ, അത് അറിയാമല്ലോ, അത് തന്നെ. അപ്പം മച്ചാൻ പറയാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ മാക്സിമം എൻ്റർടൈനിങ് ആയിട്ട് വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് അതിനൊക്കെയുള്ള വർക്കുകൾ കറക്റ്റ് വരാത്തത് കൊണ്ടാണ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഇടുക. അപ്പോൾ എന്തായാലും ഞാൻ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല. ഇനി മലപ്പുറം നിലമ്പൂർ വെച്ച് നമ്മുടെ പരിപാടികളാണ്. കൊട്ടും പാട്ടും കരോളാണ് ഇന്ന് സംഭവം. നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവർക്കും ഞങ്ങളുടെ ടീമിന് വക മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഒരു ജീവന്റെ കളിയാട്ടമാ നിങ്ങൾ വിളിക്കത്തില്ല, നമ്മൾ വന്നേ. ഞങ്ങളിപ്പോ ചെയ്തുതരാം പരിപാടി. ശരി, ക്രിസ്മസ് അല്ലേ ക്രിസ്മസ് കുഴപ്പമില്ല. ക്രിസ്മസ് അല്ലേ നമുക്കൊരു പാട്ടൊക്കെ ചെയ്ത് നോക്കിയാലോ? അടുത്ത പ്രോഗ്രാം നടക്കണ പ്രോഗ്രാം നടക്കണ്ട്. ആരെ വിളിച്ച നമ്പർ ആ നമ്പർ എന്ന് പറയും. ഒന്ന് മാറി, നീ അങ്ങോട്ട് മാറി. നിന്നെ ആര് വിളിച്ച? ആര് വിളിക്കൂ? ഇവിടെ ആരാ വിളിച്ചത്? ഞാൻ രാവിലെ തൊട്ട് ഞാൻ ഈ സാധനം ഇട്ടിട്ട് താഴെ വന്ന് നിൽക്കോ? ഞങ്ങളാരും വിളിച്ചിട്ടില്ല. നിക്ക് ഞാൻ നേരത്തെ പറഞ്ഞാന്നോ? ഞാൻ രാവിലെ ഞാൻ ചോദിച്ചാണോ ചേട്ടാ? അതല്ല. എന്ത് നിങ്ങളെ വിളിച്ച് ഞാൻ 3-4 മണിക്കൂറായിട്ട് അവിടെ നിൽക്കുകയാണ്. ഞാൻ താഴേക്ക് നീ കണ്ടായിരുന്നോ? അപ്പൊ ഞാൻ നിൽക്കായിരുന്നു താഴേക്കായിരുന്നു. പറഞ്ഞോടാ പിന്നെ ചൂടായിക്കൂടാ. എന്താണ് ഇയാളെ വരാൻ നിങ്ങൾ വിളിച്ചെടുത്തോണ്ട് നമ്മൾ വന്നൂടെ? നിങ്ങളെ വിളിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഏത് നമ്പർ? എടാ ഞങ്ങൾ പിന്നെ പൊട്ടം വരാം ഇത്ര നേരം താഴെ നിന്നിട്ട്. എടോ വിളിച്ച നമ്പർ എടോ എന്ത് നമ്പർ കാണിച്ചു. ഹലോ, അങ്ങനെയല്ല, അതുകൊണ്ടല്ല അവര്
പാർട്ടി കളിച്ചിട്ട് പോവാ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു ഡാൻസ് കളിച്ചിട്ട് പോക്കോളാം. ഒരു ഡാൻസ് വിളിച്ച് വരുത്തിയതുകൊണ്ടാണ് വന്നത്. ഡാൻസ് കളിക്കുന്നത് എന്താണോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്പർ പറയാം, വിളിച്ച നമ്പർ. അല്ല ചേട്ടാ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ഞങ്ങൾ സംസാരിക്കുന്നുണ്ടോ? ബഹളം വെക്കാൻ മാറിക്ക്. അതെ, നിങ്ങൾ ആരാണ് ഇവിടുത്തെ ഞാനാണ് ഇതിന്റെ ഓണർ? അപ്പൊ ഇവിടെ ഒരു ഇങ്ങനെ ഞങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് നമ്മളെ കളിയാക്കുമല്ലേ? ഞങ്ങളെ വിളിച്ചത് കളിയാക്കുമല്ലേ? നമ്പർ പറയാം. അല്ല വിളിച്ച നമ്പർ പറയാം. ഇവിടെ പിന്നെ അവിടെ എവിടെയും പറയാം. പിന്നെ അങ്ങനെയൊന്നും നടത്താൻ പറ്റില്ല. ഒരാളെ പോലും ആരെ വിളിച്ചത് അതറിയണ്ടേ? സെൽഫി ഒക്കെ ഇവിടുത്തെ LCC MD എന്ന് പറയുന്നത് മാനേജിംഗ് ഡയറക്ടർ ഈ സാർ ജോൺസൺ സാർ. സാറേ, നിങ്ങൾ ചെയ്യുന്ന ശരിയുള്ള കാര്യമാണോ? ശരിയുള്ള കാര്യമാണോ? പോലീസിനാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചോ. എന്നാൽ നമുക്ക് സംസാരിക്കാം. നമുക്ക് സംസാരിക്കാം. ഒറ്റ മനസ്സോടല്ല. ഞങ്ങൾ പ്രോഗ്രാം പ്രശ്നമല്ല. സാറേ ഒന്ന് കേൾക്കും. സാറൊന്ന് ആലോചിച്ചോ. ഇവിടെ എന്തിനാ സാർ സ്റ്റേഷനിലൊക്കെ വിളിക്കുന്നത്? പരിപാടി സമയം പോകണത് കുറച്ച് ടൈം വെച്ച പരിപാടിയല്ലേ? ഒരു സമയം പോലത് ഇവിടുന്ന് ഒരു മനുഷ്യനെ വിളിച്ചിട്ടില്ല. ഞങ്ങള് വണ്ടി റെന്റിനെടുത്ത് സോങ് ചെയ്തിട്ട് സാറേ എന്തോ സാറേ വിളിച്ചെടുത്തിട്ടില്ല. ഇവിടുന്ന് ആരും ഈ നമ്പർക്ക് വിളിച്ചിട്ട് ഏതെങ്കിലും മിസ്റ്റർമാർ ഫോർത്താ ഞങ്ങൾ സമ്മതിച്ചേരാം. 5 മണി വരെ പരിപാടി ഉണ്ട്. സമയം വെറുതെ പോവാണ്. പരിപാടി കൂടും. 2 മിനിറ്റ് വരെ സമയം വെറുതെ പോവാണിത്. സാറോട് സംസാരിക്കാം. പരിപാടി സ്റ്റേജിലേക്ക് ഡയറക്റ്റ് കയറുന്നതിന്റെ മുമ്പ് അവിടെ ഒരാൾ ചോദിക്കില്ല എത്ര പേരുണ്ടായിരുന്നു. അങ്ങനെയല്ലോ, അങ്ങനെ കയറി വരണ്ടല്ലോ. പരിപാടി ഷെഡ്യൂൾ ചെയ്ത പ്രോഗ്രാം അല്ലേ? നിങ്ങളെ വിളിച്ചില്ലേ? നിങ്ങളെ വിളിച്ചു എന്ന് പറഞ്ഞു. നിങ്ങളെ വിളിച്ചു എന്ന് പറഞ്ഞില്ലേ? എപ്പോഴാണ് നിങ്ങൾക്ക് ടൈം വന്നത്? ആരെ ടൈം വന്നത് നിങ്ങൾക്ക്? എന്റെ അടുത്ത് പറഞ്ഞു ഒരു മാപ്പ് എന്താ പറഞ്ഞ കേറി വന്നോളാനല്ലേ പറഞ്ഞേ? കേറി വന്നോളാം. ഇത് മോള് ഹാളെ അവർക്ക് കൊടുത്തിട്ടുള്ളൂ.
ഇവിടെ റൂംസും കസ്റ്റമറും ഉണ്ട്. അപ്പൊ അവർക്ക് ശല്യം കഴിഞ്ഞാൽ ഞാൻ പരാതി ഇല്ല, ഒരിക്കലും ഇല്ല, അത് ചെയ്യില്ല. അതെ, ഞങ്ങൾ അതുകൊണ്ട് അതെ ഞങ്ങളും നമ്പർ സ്വിച്ച് ഓഫ് ആണ്. അവരായിട്ട് കോൺടാക്ട് ചെയ്ത് വേണ്ടി ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് അത് ചെയ്തില്ലെങ്കിൽ സമ്മതിച്ചു. ശരിയുള്ള പരിപാടിയാണ്. നാളെ പരിപാടിക്ക് വിളിച്ചു സാധനങ്ങളെല്ലാം വാടകയ്ക്ക് എടുത്ത് വന്നിട്ട് പറയാൻ പൊക്കോളൂ. വിളിച്ച നമ്പർ സ്വിച്ച് ഓഫ് ആണ്. എനിക്കെങ്ങനെ ഇനി സ്ഥാപനം അറിയില്ല. നമ്മളറിയാതെ എന്തായാലും വിളിക്കില്ല. പിന്നെ സാറാ പറയുന്നത് ശരി. സാർ ഇത് കേൾക്കണം. എനിക്ക് ഇവരെ അറിയില്ല. പ്രോഗ്രാം നടത്തുന്ന സാർ ഇതൊന്ന് കേക്ക്. അല്ല സാർ ഇത് കേട്ടിട്ട് പോ സാർ. എനിക്ക് കേൾക്കാൻ പറ്റില്ല. എന്ത് കേൾക്കാനേ? പിന്നെ സാർ ഞങ്ങൾ ഇവിടെ വന്നത് തന്നെ സാറിനെ വിളിച്ച നമ്പറോട് സാർ വിളിച്ച നമ്പർ സാർ ഇങ്ങനെ വന്ന് കാണിച്ചു. സാറൊക്കെ വിളിച്ച് കാണിച്ചത് താങ്കളുടെ സ്റ്റുഡന്റ് അല്ലേ? അല്ലല്ലോ. അപ്പൊ ഒരു പ്രശ്നം വന്നാൽ ഞങ്ങൾ MD അടുത്താണ് സംസാരിക്കേണ്ടത്. അപ്പൊ അദ്ദേഹത്തിന് നീ ഒന്ന് മാറി. അതെ സാർ നമുക്ക് അന്നേരം തരണ. നിങ്ങൾക്ക് എന്താടാവും സാറ് പറഞ്ഞത് മെളിക്ക് കേട്ടോണ്ടിരുന്നു. സാറിന്റെ അടുത്ത് വരാൻ പറ. എന്നാ സാറിനെ എന്നെ വിളിച്ചു. ഞങ്ങളൊരു സോറി പറഞ്ഞിട്ട് പോകണം. അതെ വേണ്ട, സാർ ഇങ്ങോട്ട് വന്നാൽ മതി. സാർ ഇങ്ങോട്ട് വന്നാ പോരെ? മതി, അത്രേ ഉള്ളൂ. വേറെ ഒന്നും വേണ്ട. വേണ്ട, സാർ ഇങ്ങോട്ട്. സാർ എനിക്ക് ഇവരോടൊന്നും അല്ല സംസാരിക്കില്ല. സാറല്ലേ ഇതിന്റെ സ്ഥാപനത്തിന്റെ MD ആയിട്ടുള്ളത്. അപ്പൊ ഒരു പ്രശ്നം നടക്കുമ്പോൾ സാറിന്റെ അടുത്തല്ലേ സംസാരിക്കുന്നത് അല്ലേ? അപ്പൊ എനിക്ക് സാറിനോട് പറയണ്ട. സാർ ഞാൻ വെറുതെ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് സാറിന് ഇവിടെയുള്ള ടീച്ചേഴ്സായ ജസ്റ്റ് ഇങ്ങോട്ട് വരാം. ആ ടീച്ചേഴ്സ് അവിടെ സുൽഫിത്താന്നല്ലേ പേര് അല്ലേ നിങ്ങളുടെ പേര്? ഇവരെല്ലാവരും വിളിച്ചിട്ട് നമ്മളെ ഇതൊരു പ്രാങ്ക് ഷോ ആയിരുന്നു. ഏത് പ്രാങ്ക്? ഞാനത് അറിഞ്ഞുകൊണ്ടന്നെ ഞാൻ സ്പെഷ്യൽ ഞാൻ തിരിച്ചു വിളിച്ച് പെട്ടെന്ന് വന്നു. നമ്മൾ അറിഞ്ഞില്ല. അതെ സ്റ്റാഫ് തന്നെ വിളിച്ചു പറഞ്ഞാണ്. സാറിന്റെ സ്റ്റാഫ് തന്നെ വിളിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. ഇവര് ഞങ്ങളായിട്ട് വന്നതല്ല, ഇവര് വിളിച്ചിട്ട് വന്നതാണ്. അത് നമുക്കറിയില്ലായിരുന്നു. സാർ സത്യത്തില് ഞാൻ വളരെ അപ്സെറ്റ് ആയിരുന്നു. അതായത് ഇങ്ങനെ പ്രോഗ്രാം നടക്കുമ്പോൾ കുറച്ച് ആൾക്കാർ പുറത്തുനിന്ന് വന്ന് ശല്യം ചെയ്യുന്ന എനിക്ക് താങ്ങാൻ പറ്റുന്ന കാര്യമില്ല. ഞാൻ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന സ്ഥാപനമാണ് LCC. അവിടെ പുറത്തുനിന്ന് ഒരാളും ശല്യം ഉണ്ടാകുന്ന എനിക്ക് ഇഷ്ടമല്ല. അത് നമ്മുടെ 3 സ്ഥാപനത്തിലാണെങ്കിൽ ഇന്നേ വരെ നടക്കാത്തൊരു സംഭവമാണ്. പുറത്തുനിന്ന് ഒരാളെ വന്നിട്ട് അനാവശ്യമായിട്ടൊരു ടോക്ക് ഉണ്ടാകേണ്ട ഒരു സിറ്റുവേഷൻ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. ഇത്രയും ക്രൗഡായിട്ടുള്ള നമ്മുടെ വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിൽ ഇടയിൽ വന്നിട്ട് ശല്യം ഉണ്ടാക്കുന്ന പറഞ്ഞാൽ അതിന്റെ ഹൃദയത്തെ വരുന്ന പ്രോഗ്രാമാണ്. കരയണ്ട കരയല്ലേ, ചുമ്മാ കരയല്ലേ. വളരെ നന്നായിട്ട് ഇവര് ചെയ്തു. ഇവര് ഫേസിലൊന്നും അത് തോന്നിയില്ല, ഒരു തമാശയായിട്ടും തോന്നിയില്ല. വളരെ സീരിയസ് ആയിട്ടാണ് ഇവര് നിന്നത്. അപ്പം എറണാകുളത്ത് നിന്ന് വന്നു. പിന്നെ ഈ പുള്ളിയാണ് എനിക്ക് ഭയങ്കര പേടിയായത്. പുള്ളി നോക്കുമ്പോ എനിക്ക് പിന്നെ ഞാൻ തന്നെ എന്തോ പറയാൻ പറ്റാത്ത പോലെ ആയിരിക്കും. വളരെ
ഭംഗിയായിട്ട് നിങ്ങളത് ഹാൻഡിൽ ചെയ്തു. എന്താ പറയുക, ആ ബർത്ത്ഡേ ഒരു മറക്കാനാവാത്തൊരു ബർത്ത്ഡേ ആയിട്ട് മാറ്റി. അപ്പൊ അതെല്ലാവരും ഷെയർ ചെയ്യാം, ഇവർക്ക് ലൈക്കും സപ്പോർട്ടും കൊടുക്കാം. ഓക്കെ, താങ്ക് യു. ആദ്യം തന്നെ എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. മെയിൻലി തൊണ്ടയൊക്കെ അടഞ്ഞിരിക്കുന്ന വെച്ചാൽ ഞങ്ങൾ ഇന്നലെ ഈ ഒരു വർക്ക് ഞങ്ങൾ ചെയ്തേക്കുന്നത് ഏകദേശം ഒരു 3-4 ആഴ്ചത്തെ വർക്കാണ്. നാലാഴ്ച ഞങ്ങൾ പ്ലാനിങ്ങിലാണ്. ഇങ്ങനെ പ്രോഗ്രാം വരുന്നുണ്ട്. ഞങ്ങൾ ഇത്രയും ടീമും ആൽഫിനും ഞങ്ങൾ ഇത്രയും പേര് അടങ്ങുന്നവർ ഇന്ന് രാത്രി 12 മണിക്ക് എറണാകുളത്ത് നിന്ന് ഇറങ്ങിയതാണ്. ഇതുവരെ ആരും ഉറങ്ങിയിട്ടില്ല. അത് കാരണം എനിക്ക് സംസാരിക്കാൻ വരും വയ്യ, എല്ലാവർക്കും ശ്വാസം മുട്ടിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കും, ഇവിടെ വരും. എനിക്ക് ഇവിടെ വന്നപ്പോൾ മനസ്സിലായ ഒരു കാര്യം, സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ വിഷമമായി പോയി. സാധാരണ ഞങ്ങൾ പ്രാങ്ക് ചെയ്യുന്ന ആൾക്കാർ ഞങ്ങളുടെ കയ്യിൽ പ്രാങ്ക് ചെയ്യാൻ കിട്ടും. പക്ഷെ നിങ്ങൾ പിള്ളേരുണ്ടല്ലോ, വിട്ട് തന്നില്ല. നിങ്ങളുടെ സാറിനെ വിട്ട് തന്നില്ല. അതായത് പുറത്തുനിന്ന് ഒരുത്തം വന്ന് ഒരു കറക്റ്റ് പറയണമെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ വന്ന് മണ്ട കയറത്തില്ല കേട്ടോ, നീ ഇവിടെ നിൽക്കത്തേ ഉള്ളൂ, നീ കയറത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് ഏതൊരുത്തം നീ ഇടിക്കാൻ വന്ന് ഞാൻ സമയത്ത് പയ്യെ അങ്ങ് മാറി. ശരി, നിങ്ങൾ വായിക്കോ. ഞാൻ കൂടെ ഇവരെ തള്ളി ഫ്രണ്ടിലോട്ട് വിടുന്നു. അപ്പം എനിക്ക് മനസ്സിലായി നിങ്ങൾ ഈ തമാശറല്ല കേട്ടോ, നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ മാഷ തന്നെയാണ് അതോ പിള്ളേരുമായിട്ടുള്ള ഭയങ്കര സംഘമില്ലേ? ഗ്യാങ്സ്റ്ററാണോ നിങ്ങൾ? സത്യം പറ, പിള്ളേരാണ് നിങ്ങൾ. വൈകുന്നേരം എനിക്കൊന്ന് ക്ലാസ് കഴിയുമ്പോൾ വൈകുന്നേരം അടിതട കരാട്ടെ ചെയ്തതൊക്കെ ഉണ്ടെന്ന്. അത് ഞാൻ അടുത്തോട്ട് എല്ലും ബാക്കിൽ നിന്ന് 2 കൈ വന്ന് പൊക്കിയെന്നെ ഇങ്ങോട്ട് നിൽക്കും. വീണ്ടും ഞാൻ അടുത്തോട്ടില്ല, സാറ് പൊക്കിയെടുത്ത് ഇങ്ങോട്ട് കൊണ്ട് തീർക്കും. എൻ്റെ പൊന്നി സാറ് പിള്ളേരെല്ലാം കൊള്ളാം കേട്ടോ. പിള്ളേരെ ട്രെയിൻ ചെയ്ത് ഇറക്കി. സത്യം പറയും ഗ്യാങ്സ്റ്റർ തന്നെ കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് ഇതിനു വലിയ ക്രൗഡിൽ പോയി ചെയ്തിട്ടുണ്ട്. പക്ഷേ ചെയ്തവരെല്ലാവരും എനിക്ക് പ്രാങ്ക് ചെയ്യാൻ കിട്ടി. എന്നെ ഇത്രയും ഹാറ്റ്സ് ഓഫ് യു സർ. ഇതാണ് ഒരു സ്റ്റുഡൻസിനെ സാറിന് കിട്ടിയത് തന്നെ ഭയങ്കര വലിയ കാര്യം. അതുപോലെ സാർ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പം സോറി, അഡ്വാൻസ് അല്ലല്ലോ, ഉറങ്ങിയില്ല, തിരിഞ്ഞിരിക്കും അതിൻ്റെ കേട്ടോ. അപ്പോൾ മച്ചാവരെ നമ്മളിപ്പം ഇവിടെ വന്ന് വീഡിയോ എടുത്തിരിക്കും. നമ്മൾ ഭയങ്കര ഒരു ക്രൗഡ്, ഏകദേശം ഒരു 500ഓളം സ്റ്റുഡൻസ് ഇറങ്ങുന്നുണ്ട്. ഈ ഒരു പ്രാങ്ക് ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, എനിക്ക് ഒരു കാരണവശാലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം അവരവരുടെ സാറിനെ വിട്ടുകൊടുക്കത്തില്ല. അതിൽ നിന്ന് മനസ്സിലായത് ഇവിടെ വിദ്യാഭ്യാസം മാത്രമല്ല, അത്രയും ഫ്രണ്ട്ലി ബിഹേവിയറിൽ നല്ല രീതിയിൽ, അതും സാധാരണ അടുത്ത് ചെല്ലുമ്പോൾ ആൺപിള്ളേരും പെൺപിള്ളേരും ഒക്കെ മാറി വയ്ക്കുന്നതാണ്. ഇവിടെ സഹോദരങ്ങളെ പോലെ എല്ലാവരും ഒത്തൊരുമയായിട്ട്. സാർ ഇതാണ് ചെയ്യുന്നതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. പിന്നെ സാർ നിങ്ങളുടെ കുറച്ച് ടൈം ഞങ്ങൾ വേസ്റ്റ് ചെയ്തു, റിയലി സോറി. ഓക്കെ, അപ്പം എന്തായാലും മച്ചാമാരെ ഇനി ഇതുപോലെ വെറൈറ്റി വീഡിയോസ് ആയി വരും. അതുവരെ മൈ ഡിയർ ഫ്രണ്ട്സ്, ബൈ ബൈ.